നിത്യജീവിതത്തിലെ ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യ കോവിഡിന് ശേഷം മിക്കവരുടെയും വരുമാനത്തിൽ ഇടിവ് സംഭവിച്ചിരുന്നു. എന്നാൽ ജീവിത ചെലവ് കൂടുകയും ചെയ്തിരിക്കുന്നു. എവിടെയൊക്കെ പണച്ചിലവ് കുറയ്ക്കണമെന്നും എങ്ങനെ കുറയ്ക്കണമെന്നും അറിയാതെ പലരും ആശയക്കുഴപ്പത്തിലാണ്. മാസ ബജറ്റിലേക്ക് നോക്കുമ്പോൾ വൈദ്യുതി ബിൽ ഇന്ന് വലിയ ചിലവ് വരുന്ന ഒരു മേഖലയാണ്. വൈദ്യുതി ബിൽ അടയ്ക്കുന്നത് ഒരു പരിധിയിൽ കൂടുതൽ നീട്ടിവെക്കാനും സാധിക്കില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചാൽ വലിയൊരു അളവ് വരെ വൈദ്യുതി ബില്ലിൽ കുറവ് വരുത്താൻ സാധിക്കും. വർഷത്തിൽ 300 ദിവസവും സൂര്യപ്രകാശം നല്ല രീതിയിൽ ലഭിക്കുന്ന അപൂർവ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. പുനരുപയോഗിക്കാവുന്ന ഈ ഊർജ സ്രോതസ്സിനെ ഇന്നും പലരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു വീടിന്റെ റൂഫ് ടോപ്പിൽ ഘടിപ്പിക്കാവുന്ന വിവിധ തരത്തിലുള്ള സോളാർ പാനലുകൾ ഇന്ന് ലഭ്യമാണ്. ഇവയുടെ തുടക്കത്തിലുള്ള ചിലവിനെ ഒരു ഒറ്റത്തവണ നിക്ഷേപമായി മാത്രമാണ് കാണേണ്ടത്. ദീർഘകാല അടിസ്ഥാനത്തിൽ നൽകേണ്ടി വരുന്ന വൈദ്യുതി ചിലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ലാഭകരമാണെന്ന് കാണാം. സർക്കാരിന്റെ അകമഴിഞ്ഞ പിന്തുണയുള്ളതുകൊണ്ട് സബ്സിഡി നിരക്കിലും ഇവ ലഭ്യമാണ്. 50,000 രൂപയ്ക്ക് മികച്ച ഒരു സോളാർ പാനൽ സ്ഥാപിക്കാനുള്ള സ്കീമുകൾ ഇന്ന് ലഭ്യമാണ്. ഉപയോഗമില്ലാത്തപ്പോൾ കമ്പ്യൂട്ടറും ടിവിയും ഓഫ് ചെയ്ത് വയ്ക്കുക. കമ്പ്യൂട്ടറുകൾ, മോണിറ്ററുകൾ, കോപ്പിയറുകൾ എന്നിവ ഉപയോഗമില്ലാത്തപ്പോൾ സ്ലീപ്പ് മോഡിൽ വയ്ക്കുക. ഇത് ഊർജ്ജ ഉപഭോഗം 40% വരെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ബാറ്ററി ചാർജുകളുടെ പ്ലഗുകൾ ആവശ്യമില്ലാത്തപ്പോൾ ഊരി മാറ്റുക. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ഇവയിലേക്കുള്ള അനാവശ്യ വൈദ്യുതി നഷ്ടം ഇത്തരത്തിൽ ഒഴിവാക്കാൻ സാധിക്കും. കുറഞ്ഞ ഊർജം മാത്രം ഉപയോഗിക്കുന്ന ലൈറ്റുകളും ഊർജ്ജക്ഷമത കൂടിയ വേരിയന്റുകൾ ഹോം അപ്ലയൻസുകളിലും ഉപയോഗിക്കാം. റെഫ്രിജറേറ്ററുകളും എയർ കണ്ടീഷണറുകളും എല്ലാം വാങ്ങുമ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വൈദ്യുതി ചിലവിൽ വലിയ വ്യത്യാസം അനുഭവപ്പെടും. വലിയ ബിൽഡേഴ്സിന്റെ മിക്ക പ്രൊജക്റ്റുകളിലും സോളാർ ഊർജ്ജ സംവിധാനങ്ങളും മഴവെള്ള സംഭരണ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കും. ആവശ്യത്തിനുള്ള സൂര്യപ്രകാശവും വായു സഞ്ചാരവും ഉറപ്പുവരുത്തുന്ന ഡിസൈനുകളായിരിക്കും ഇവ. ലൈറ്റുകളുടെയും കൂളിംഗ് അപ്ലയൻസുകളുടെയും ഉപഭോഗം ഇതിലൂടെ കുറയ്ക്കാൻ സാധിക്കുന്നു. ഇത്തരം മാർഗങ്ങൾ പുതിയൊരു വീട് പണിയുമ്പോഴും സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ നമുക്ക് ഓരോരുത്തർക്കുമായിട്ട് എത്ര ചാർജറുണ്ട്? നിങ്ങൾക്ക് എത്ര ചാർജറുകൾ സ്വന്തമായിട്ടുണ്ട്? മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് വാച്ചുകൾ, ഹെഡ്ഫോണുകൾ, ബൈക്കുകൾ തുടങ്ങി റീചാർജ് ചെയ്യാവുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാൽ ചുറ്റപ്പെട്ട ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെല്ലാം ഒപ്പം ചാർജറും കാണും. അതുകൊണ്ട് തന്നെ ഫോൺ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ചാർജർ തന്നെയാകും. നിങ്ങളുടെ കിടക്കയ്ക്ക് സമീപം ഒരു ഫോൺ ചാർജർ പ്ലഗ് ഇൻ ചെയ്തിരിക്കാം. അത് ഭിത്തിയിൽ വെച്ച് ഓഫ് ചെയ്യാനോ ഉപയോഗത്തിലില്ലാത്തപ്പോൾ പ്ലഗ് ഊരാനോ മെനക്കെടാറില്ല. ഫോണിൻ്റെ ചാർജർ കിടക്കയ്ക്കടുത്ത്, ലാപ്ടോപ്പിൻ്റെ ചാർജർ ടേബിളിനടുത്ത് എല്ലാം താമസമാക്കിയിട്ട് കാലങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഇതത്ര നല്ലതല്ലെന്ന് നിങ്ങൾക്കറിയുമോ? സ്വിച്ച് ഓഫ് ചെയ്താലും ചാർജറുകൾ പ്ലഗ് പോയിന്റിൽ തന്നെ വെക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും. സ്വാഭാവികമായും എല്ലാ ചാർജറുകളും ഒരുപോലെയല്ല. ആപ്ലിക്കേഷനും വൈദ്യുതി ആവശ്യകതയും അനുസരിച്ച് അവയുടെ ആന്തരിക ഘടന വളരെ ലളിതം മുതൽ സങ്കീർണമായതുവരെ വ്യത്യാസപ്പെടാം. വാൾ പ്ലഗിൽ നിന്നും AC എടുക്കുകയും അതിനെ ഇലക്ട്രോണിക് ഉപകരണത്തിൻ്റെ ബാറ്ററിക്ക് ആവശ്യമായ ലോ വോൾട്ടേജ് DC ആക്കി മാറ്റുകയും ചെയ്യുന്നതാണ് സാധാരണ ചാർജറുകളുടെ പ്രവർത്തനം. വാമ്പയർ പവർ എന്നത് യഥാർത്ഥമാണ്. സ്വിച്ച് ഓൺ ചെയ്യാതെ ചാർജർ പ്ലഗിൽ കുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ചെറിയ അളവിൽ കറണ്ട് വലിച്ചുകൊണ്ടിരിക്കും. ഈ വൈദ്യുതിയുടെ ഒരു ഭാഗം താപമായി പുറത്തുവിടുകയും ചെറിയ ഭാഗം നിയന്ത്രിത സംരക്ഷിത സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒരു മൊബൈൽ ചാർജറോ ലാപ്ടോപ്പ് ചാർജറോ മാത്രം ഇത്തരത്തിൽ പ്ലഗ് ചെയ്ത് വെച്ചിരുന്നാൽ ഉണ്ടാകുന്ന വൈദ്യുതി നഷ്ടം വളരെ കുറഞ്ഞ അളവിലായിരിക്കും. എന്നാൽ ഒരു വീട്ടിലെ മുഴുവൻ ഉപകരണങ്ങളും ഇങ്ങനെ പ്ലഗിൽ കുത്തിവെക്കുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുത നഷ്ടം പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരിക്കും. ചാർജറുകൾ മാത്രമല്ല, TV, മിക്സി, ഫ്രിഡ്ജ് തുടങ്ങിയ എല്ലാ വൈദ്യുത ഉപകരണങ്ങൾക്കും വാമ്പയർ പവർ ഉണ്ടായിരിക്കും. ആധുനിക ചാർജറുകൾ സ്റ്റാൻഡ് ബൈ പവർ ഉപഭോഗം കുറയ്ക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു ബാഹ്യ ഉപകരണം പവർ എടുക്കാൻ ശ്രമിക്കുന്നതുവരെ അവയെ സ്ലീപ്പ് മോഡിൽ നിലനിർത്തുന്ന സ്മാർട്ട് പവർ മാനേജ്മെന്റ് ഘടകങ്ങളുമായാണ് ഈ ചാർജറുകൾ എത്തിയിരിക്കുന്നത്. വൈദ്യുതി പ്രവഹിക്കുമ്പോൾ, പ്രത്യേകിച്ച് വൈദ്യുതി ഗ്രിഡ് വോൾട്ടേജ് അതിൻ്റെ റേറ്റ് ചെയ്ത് മൂല്യത്തിന് മുകളിൽ താൽക്കാലികമായി ഉയരുമ്പോൾ ചാർജറുകൾ കാലക്രമേണ തേയ്മാനം സംഭവിക്കുന്നുണ്ട്. വാമ്പയർ പവറിലൂടെ ചാർജറിലെത്തുന്ന വൈദ്യുതി താപമായി പുറത്തു വരുമ്പോൾ ചാർജർ ചൂടാകുന്നതാണ് ഒരു കാരണം. ചാർജർ സാധാരണയിൽ അധികം ചൂടാവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ ഉടൻ മാറ്റി വാങ്ങുന്നതാവും നല്ലത്.
എന്തായാലും വൈദ്യുതി ലാഭിക്കാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചോളുക. ആവശ്യമില്ലാത്തപ്പോൾ ലൈറ്റുകൾ ഓഫാക്കിയിടുക. ലൈറ്റിംഗ് സർക്യൂട്ടുകൾ ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്നതിന് ഇൻഫ്രാറെഡ് സെൻസറുകൾ, മോഷൻ സെൻസറുകൾ, ഓട്ടോമാറ്റിക് ടൈമേഴ്സ്, ഡിമ്മേഴ്സ്, സോളാർ സെല്ലുകൾ എന്നിവയെല്ലാം കഴിയുന്നിടത്തൊക്കെ ഉപയോഗിക്കാം. അതുപോലെ ടാസ്ക് ലൈറ്റിംഗ് എന്ന രീതി ഉപയോഗിക്കാം. ഉദാഹരണത്തിന് വായനയ്ക്ക് മാത്രമായി മുഴുവനായുള്ള ലൈറ്റിങ്ങിന് പകരം റീഡിംഗ് ലാമ്പുകൾ ഉപയോഗിക്കാം. ടേബിൾ ലൈറ്റുകളും ലാമ്പുകളും സ്ഥിരമായി തുടച്ച് വൃത്തിയാക്കി സൂക്ഷിക്കുക. പൊടി നിറഞ്ഞതും വൃത്തിഹീനമായതുമായ ലൈറ്റുകൾ പ്രകാശ തീവ്രത കുറയ്ക്കുന്നുണ്ട്. പ്രകാശത്തിന്റെ 50% വരെ ഇത്തരത്തിൽ കുറയ്ക്കുന്നു. ഇത് അധിക ലൈറ്റുകളുടെ ഉപയോഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. സാധാരണ ബൾബുകളേക്കാൾ ഫ്ലൂറസെന്റ് ട്യൂബ് ലൈറ്റുകളും CFL-കളും 5 ഇരട്ടി വരെ കാര്യക്ഷമതയുള്ളവയാണ്. പകരമായി ഇവ ഉപയോഗിച്ചാൽ 70% വരെ വൈദ്യുതി ലാഭിക്കാൻ സാധിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ പണം കുറച്ച് ലാഭിക്കാം.